ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളിപ്പം ഹൗസ് മൂവിങ്ങും എല്ലാം ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം വീട് ആക്ച്വലി കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ തൽക്കാലത്തേക്ക് നമ്മുടെ ഉള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റോറേജ് യൂണിറ്റിലേക്ക്, സെൽഫ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ സ്റ്റോറേജ് യൂണിറ്റിൽ സേവ് ചെയ്ത് വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. കാരണം നമുക്ക് തൽക്കാലത്തേക്ക് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി. അപ്പം നമ്മുടെ അടുത്ത് കുറച്ചധികം സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഇപ്പം എവിടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ അവിടെ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടാവും. പിന്നെ അത് എടുക്കലും മൂവിയിലൊക്കെ ഭയങ്കര ഒരു ടാസ്ക് ആവും. എത്ര നാളത്തേക്ക് വെക്കേണ്ടി അതൊന്നും നമുക്ക് കൺഫേം അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മളിപ്പം ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ സ്റ്റോറേജ് യൂണിറ്റ്സ് കിട്ടും. അപ്പം നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റിൻ്റെ സാധനം വേണം. ഇപ്പോൾ നമുക്ക് ഫേർണിച്ചേഴ്സ് ഉണ്ടോ, അതൊരു വീട് മൊത്തം മാറ്റാനാണോ, അതോ കുറച്ച് സാധനങ്ങൾ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ സാധനങ്ങളാണോ, അങ്ങനെ പല പല നമ്മുടെ ആവശ്യത്തിന് സാധനങ്ങൾ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി ആഴ്ച ബേസിസിൽ ഇവർ പൈസ വെച്ചിട്ട് നമുക്ക് സ്ഥലം തരും. അപ്പം ആ സാധനം നമുക്ക് വേണമെങ്കിൽ നമ്മൾക്ക് താക്കോലൊക്കെ തരും. അപ്പം നമുക്കാണ് നമ്മുടെ ഫുൾ റെസ്പോൺസിബിലിറ്റിയാണ്. അവരാരും അതിൻ്റെ ഉള്ളിൽ കയറില്ല. അപ്പം അങ്ങനെ ഫുള്ളി അതിൻ്റെ കീസും കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്താണ് ഉള്ളത്. അപ്പം നമുക്ക് വേണ്ടപ്പോഴെല്ലാം വരിക, സാധനങ്ങൾ എടുക്കുക, വയ്ക്കുകയോ മാറ്റുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മൾ വൺ ഓഫ് സ്റ്റോറേജിലാണ് ഇപ്പോൾ ഉള്ളത്. കിങ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ വിളിച്ചു. കമ്പാരിറ്റീവ്ലി വില കുറവാണ് ഇവർക്ക് ആഴ്ചയിൽ 20 പൗണ്ടേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. അപ്പം നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ട് കുറച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സ്പേസസ് ആണ് അവർ നമുക്ക് തരിക. 50 സ്ക്വയർ ഫീറ്റ് വേണോ, അതോ എത്ര സ്ക്വയർ ഫീറ്റ് വേണം, അതനുസരിച്ചിട്ടുള്ള സ്ക്വയർ ഫീറ്റ് നമുക്ക് ചോദിച്ച് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എത്ര നാളത്തേക്ക് വേണം. ഇത് ഫ്ലെക്സിബിൾ കോൺട്രാക്റ്റ് ആണ്. ഇപ്പം നമുക്ക് മതി, ഇപ്പോൾ 1 മാസം വെച്ചിട്ട് മതി നമുക്ക് വീട് കിട്ടി എങ്കിലാണെങ്കിൽ നമുക്ക് നോട്ടീസ് കൊടുത്തിട്ട് 14 ദിവസം നോട്ടീസ് കൊടുത്തിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ മൂവ് ചെയ്യാം. പിന്നെ മൂവ് ചെയ്യാൻ നേരത്ത് ഇവർ ബബിൾ റാപ്സും ടേപ്സും ബോക്സസും ഒക്കെ തരും. ചില സമയത്ത് ഇവർ ഹെൽപ്പും ചെയ്യും. ഇവർ നമുക്ക് മൂവ് ചെയ്യാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്ത് നമ്മുടെ കാറിൽ കൊണ്ട് വെച്ച് എല്ലാം ചെയ്തു തരും. ഈ ബോക്സസും പാക്കിങ്ങിനും ഈ കാര്യങ്ങൾക്കൊക്കെ എക്സ്ട്രാ പൈസ ആകുമെങ്കിലും ഭയങ്കര ബിസി ആയിട്ടുള്ള നമുക്കതൊന്നും ചെയ്യാൻ സമയമില്ല, കുറച്ച് പൈസയുണ്ട്, പക്ഷെ ടൈം ഇല്ലാത്തവർക്കാണെങ്കിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ഉള്ളിൽ കയറി കുറച്ച് പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് നമ്മളെ കൊണ്ട് നടന്ന് നമ്മളെ കോഡും കാര്യങ്ങളൊക്കെ അടിക്കുന്നതൊക്കെ കാണിച്ചൊക്കെ തരും. അപ്പോൾ അത് ആക്ച്വലി നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചു. ഓക്കെ, ഓരോ ബോക്സസായിട്ട് നമ്മൾ ഓരോ ബോക്സസിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഇങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ അത് പിന്നെ നോക്കുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ 2 ബോക്സ് നിറച്ച് വെച്ചു. ഇനി ഇത് നമ്മൾ ഉള്ളിൽ കയറ്റി സെറ്റ് ചെയ്ത് കണ്ടോ. ഇതിൽ നമ്മുടെ കോഡുണ്ട്. ആ കോഡ് അടിച്ച് കഴിഞ്ഞിട്ട് കയറാൻ പാടുള്ളൂ. എന്നാലേ ഫയറിൻ്റെ സമയത്തൊക്കെ നമ്മളതിൻ്റെ ഉള്ളിൽ പെട്ടുപോയാൽ അവർക്ക് വന്ന് നമ്മളെ രക്ഷിക്കാൻ പറ്റത്തുള്ളതാണ് ഇൻഡക്ഷൻ തന്ന പുള്ളിക്കാരത്തി പറഞ്ഞത്. ഓക്കെ, നമുക്കെല്ലാവർക്കും ഓരോ അലോക്കേറ്റഡ് സ്ലോട്ട് തരും, ഒരു സെക്യൂരിറ്റി പിൻ തരും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ തരും. അപ്പം നമുക്ക് കാർ പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്തിട്ട് സാധനങ്ങളെല്ലാം ഇങ്ങനത്തെ ട്രോളിയിൽ കയറ്റി വെച്ചിട്ട് ഓരോ ട്രിപ്പായിട്ട് കൊണ്ടുപോകാം. നമ്മളിങ്ങനെ ഓരോന്ന് ചുമന്നുകൊണ്ട് നടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. അപ്പം നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ട്രോളിയിൽ വെച്ച് തള്ളിക്കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുക. ഗൈസ്, ഈ ഒരു സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇത് ഞങ്ങൾ 12 പൗണ്ട് കൊടുത്ത് മേടിച്ച താക്കോലാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. നമ്മളിത് കയ്യിൽ നമ്മുടെ സ്വന്തമായിട്ട് പൈസ കുറവിൻ്റെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഈ സ്റ്റോറേജ് ഇവരുടെ തന്നെ സാധനമാണ്, കിങ് സ്റ്റോറേജ്. നമ്മുടെ അടുത്ത് കുറച്ച് അത്യാവശ്യ സാധനങ്ങളുള്ളത് കാരണം ഒരു 2-3 ട്രിപ്പിലാണ് നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചത്. ഓരോ പ്രാവശ്യം വയ്ക്കുമ്പോഴും നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ നമുക്ക് വന്ന് വെക്കുകയോ പോകുകയൊക്കെ ചെയ്യാം. നമ്മൾ വരിക പോവുകയോ ചെയ്യുന്നൊന്നും ആരുടെ അടുത്ത് പറയുകയൊന്നും വേണ്ട. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കോഡ് അടിച്ച് നമുക്ക് ഉള്ളിൽ കയറി നമ്മുടെ സാധനങ്ങൾ അടുക്കി പെറുക്കി വയ്ക്കാം. ഈവൻ നമുക്ക് സാധനങ്ങളൊന്നും എല്ലാം വേണമെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്കങ്ങനെ ആരുടെയും പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല. സോ നമ്മൾ ജസ്റ്റ് കോഡ് അടിച്ച് വേണം ഉള്ളിൽ കയറാൻ. അതായത് അപ്പോൾ അവർക്ക് നമ്മളെ ഉള്ളിൽ പെട്ടുപോയാൽ വന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അത്രേ ഉള്ളൂ. പിന്നെ രാവിലെ 9 to 7 o'clock ഇൻ ദി ഈവനിങ് വരെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെല്ലാം. നമ്മുടെ സ്റ്റോറേജ് സെറ്റായിട്ടുണ്ട്. ഫുൾ സാധനങ്ങളും അടുക്കി ഒതുക്കി നമ്മളിതിൽ വെച്ചു. എൻ്റെ കൂടെ ജിനുവും ഐശ്വമുണ്ട്. ഇത് സെക്കൻഡ് ഡേ ഓഫ്
വെക്കലാണ്. പൈസ കയ്യിലുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തു തരാൻ നമുക്ക് ആൾക്കാരെ കിട്ടും. പക്ഷെ പൈസ ഇല്ല, സമയമുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്ത് എല്ലാം വെക്കാവുന്നതാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇതൊരു ഹെൽപ്ഫുൾ ഇൻഫർമേഷൻ ആണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ പറഞ്ഞോ. 15 മിനിറ്റുള്ളൂ. അപ്പത്തേക്കും ചോയ്സ് പോകില്ലേ? അപ്പൊ എങ്ങനെ